ഷുക്കൂർ, ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും സുനിൽ ഐസക് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സുനിൽ, എങ്ങനെയാണ് തെക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം? എങ്ങനെയാണ് പ്രധാനമായും മുന്നണികൾക്ക് ഭീഷണിയാകുന്ന വിമതശല്യം രൂക്ഷമായിരിക്കുന്ന ഇടങ്ങളൊക്കെ ഏതൊക്കെയാണ്? ജിന, അതിനു മുമ്പ് ഒരു കാര്യം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന സമയം 3 മണിക്ക് അവസാനിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. എത്ര സ്ഥാനാർത്ഥികൾ അവസാന നിമിഷം പത്രിക പിൻവലിച്ചു, ഇനി എത്ര പേരാണ് അവശേഷിക്കുന്നത്, കൃത്യമായി സ്ഥാനാർത്ഥികളുടെ എണ്ണമൊക്കെ 8 മണിയോടുകൂടി പുറത്തു വരുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കണക്കുകൾ പുറത്തേക്ക് വരട്ടെ. അതിനു മുമ്പ് നമുക്ക് വിമത വിഷയത്തിലേക്ക് തന്നെ പോവാം. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഇത്തവണ LDF-നും UDF-നും വലിയ വിമതശല്യമുണ്ട്. പക്ഷേ ഇത്തവണ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം LDF-ന് സാധാരണ, പ്രത്യേകിച്ച് CPM-ന് സാധാരണഗതിയിൽ വലിയ വിമതശല്യം ഉണ്ടാവുന്നതല്ല. ഇത്തവണ പക്ഷേ 5 പേരാണ് ഇത്തവണ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. അതിൽ CPM-ന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇത്തവണ വിമതരായി രംഗത്തുണ്ട്. കാച്ചാണി, വാഴോട്ടുകോണം, വിഴിഞ്ഞം, ഉള്ളൂര് തുടങ്ങി ചെമ്പഴന്നി തുടങ്ങിയ 5 ഇടങ്ങളിലാണ് ഇത്തവണ LDF-നെ സംബന്ധിച്ച് അവർക്ക് വിമത ശല്യമുള്ളത്. അതിൽ CPM-ന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം, മാത്രമല്ല പാർട്ടി പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായി പ്രവർത്തിച്ച ആൾ, അങ്ങനെ ഒക്കെ പ്രവർത്തന പരിചയമുട്ട് രംഗത്തുണ്ടായിരുന്ന K. ശ്രീകണ്ഠൻ, അദ്ദേഹം ഇത്തവണ ഉള്ളൂരിൽ മത്സരരംഗത്തുണ്ട്. മാത്രമല്ല അവസാന നിമിഷം വരെ പോലും അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ വലിയ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ മത്സരരംഗത്ത് തുടരുന്നത്. അത് CPM-നെ സംബന്ധിച്ച് അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒപ്പം വാഴോട്ടുകോണത്ത് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം KV മോഹനാണ് മത്സരരംഗത്തുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചും, അദ്ദേഹം സഹാവ് മോഹൻ എന്ന പേരിൽ അറിയപ്പെടുന്ന KV മോഹനൻ, അദ്ദേഹം ഒരുപക്ഷെ അവിടെ CPM-ന് വലിയ ഭീഷണി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു വലിയ വിജയപ്രതീക്ഷ പോലും ആ വിമത സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ കോൺഗ്രസിനും 5 ഇടങ്ങളിൽ വിമതരുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ വിമതശല്യം കുറവാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പൗണ്ടുകടവ്, പുഞ്ചക്കരി, കഴക്കൂട്ടം, ഉള്ളൂർ, വിഴിഞ്ഞം എന്നിവിടങ്ങളിലാണ് UDF-ന് റിബൽ സ്ഥാനാർത്ഥികളുള്ളത്. പൗണ്ടുകടവിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുധീഷ് കുമാറും പുഞ്ചക്കരിയിൽ മുൻ കൌൺസിലർ കൂടിയായ കൃഷ്ണവേണിയും ഇത്തവണ മത്സരരംഗത്തുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJPക്ക് ഇത്തവണ BJPയുടെ അവരുടെ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയതയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇത്തവണ റിബൽ ഇല്ല എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. മറ്റ് ജില്ലകളിലേക്ക് പോയാൽ ഇപ്പോൾ കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിൽ അവിടെ 5 ഡിവിഷനിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക നൽകിയ DCC നിർവാഹക സമിതി അംഗം PB വേണുഗോപാൽ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇളമ്പല്ലൂർ പഞ്ചായത്തിൽ അവിടെ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം തന്നെ റിബലായി മത്സരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിലെ കുരിപ്പുഴ വെസ്റ്റിൽ കോൺഗ്രസിനും വടക്കേവിളയിൽ BJPക്കും വിമത സ്ഥാനാർത്ഥികളുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചെങ്കിലും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമായി ഇടതിനും വലതിനും ഒരുപോലെ തലവേദനയാവുകയാണ് വിമതർ. വിശദാംശങ്ങളാണ് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകിയത്.